ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സെബിയുടെ ഗൈഡ് ലൈൻ ഫോർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള സെബിയുടെ ഗൈഡ് ലൈനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ രണ്ട് പോയിൻ്റ് നമ്മൾ പറഞ്ഞത്, ഒന്ന് ഏതൊരു മ്യൂച്വൽ ഫണ്ടാണെങ്കിലും അത് ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെബിയിലെ റെഗുലേഷൻസ് 9 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അവിടെ സെക്കൻഡ് പോയിൻ്റ് പറയുന്നത് ആപ്ലിക്കേഷനാണ്. രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ ഫോം ഡ്യൂലി ഫൈൻ ചെയ്തിട്ട് സ്പോൺസർ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ മൂന്നാമത്തെ പോയിൻ്റ് പറയുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഇൻകംപ്ലീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യപ്പെടാം. ഈ 3 പോയിന്റുകളാണ് നമ്മൾ ഗൈഡ് ലൈൻ ഫോർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ്. അവിടെ റെഗുലേഷൻ 7 പ്രകാരം ആണ് നമ്മൾ പറയുന്നത്. ആസ് പെർ ദ റെഗുലേഷൻ അനുസരിച്ച് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഈസ് ടു ബി ഫുൾഫില്ലഡ് ബൈ ആൻ അപ്ലിക്കൻറ്റ് ടു ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അപ്പോൾ താഴെ പറയുന്ന പോയിൻറ്റ്സുകളാണ് ആ ക്രൈറ്റീരിയ മെൻഷൻ ചെയ്യുന്നത്. അത് ഫോളോ ചെയ്തിരുന്ന ആളുകൾക്ക് മാത്രമാണ്, അതായത് സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചിട്ടാണ് ആ പോയിൻറ്റ്സുകൾ, അത് ഫോളോ ചെയ്യുന്ന ആളുകൾ മാത്രം ആണ്, അപ്ലിക്കൻ്റ് ആണെങ്കിൽ മാത്രമാണ് അതിനുള്ള എലിജിബിലിറ്റി അവർക്ക് സാങ്ഷൻ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സെബിയുടെ ആ ഒരു റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ദ സ്പോൺസർ ഷുഡ് ഹാവ് എ സൗണ്ട് ട്രാക്ക് റെക്കോർഡ്. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞാണ്, സ്പോൺസർ പഠിച്ചപ്പോഴേ നമ്മൾ പഠിച്ചു, സ്പോൺസർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഹാവ് സൗണ്ട് ട്രാക്ക് റെക്കോർഡും അതേപോലെ ജനറൽ റെപ്യൂട്ടേഷനും ഒക്കെ ഉള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ബിസിനസ് ഫോമോ ഒക്കെ ആയിരിക്കണം. സെക്കൻഡ് വൺ പറയുന്നത് ഇൻ ദ കേസ് ഓഫ് എൻ എക്സിസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ട്, നിലവിലുള്ള മ്യൂച്വൽ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് എ ട്രസ്റ്റ്. അതായത് 1963 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. 2003 മുതൽ നമ്മൾ കണ്ടു അത് ട്രസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പഴയതാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ട്രസ്റ്റ് ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ടാവണം. ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ദ സ്പോൺസർ ഈസ് റിക്വയർഡ് ടു കോൺട്രിബ്യൂട്ട് അറ്റ്ലീസ്റ്റ് 40% ഓഫ് ദ നെറ്റ് വർത്ത്. അതായത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ്റെ ഒരു 40% സ്പോൺസറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ദ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദ സ്പോൺസർ ഓർ എനി ഓഫ് ഇറ്റ്സ് ഡയറക്ടേഴ്സ് അതല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഓഫീസർ ടു ബി എംപ്ലോയ്ഡ് ബൈ ദ മ്യൂച്വൽ ഫണ്ട് ഷുഡ് നോട്ട് ഹാവ് ബീൻ ഗിൽട്ടി. എന്തെങ്കിലും ഒരു ഗിൽട്ടി അല്ലെങ്കിൽ ഫ്രോഡായിട്ടുള്ള അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡോട് കൂടിയ ആളായിരിക്കരുത് പ്രിൻസിപ്പൽ ഏജൻറ്റോ അതല്ലെങ്കിൽ AMCയുടെ ഡയറക്ടറോ അല്ലെങ്കിൽ സ്പോൺസറോ ആയിട്ട് വരുന്ന വ്യക്തി. ദെൻ അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ട്രസ്റ്റീസ് ടു ആക്ട് ആസ് എ ട്രസ്റ്റീസ് ഫോർ ദ മ്യൂച്വൽ ഫണ്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദ റെഗുലേഷൻ അനുസരിച്ചിട്ട് സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം ട്രസ്റ്റി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ പറയുന്നത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി AMC നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും അതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടും അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് അവരും സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷൻസ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം അവരുടെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ദ കസ്റ്റോഡിയൻ in order to keep custody of the security or gold and gold related instrument or other asset of the mutual fund. ഇപ്പോൾ യൂണിറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ക്യാഷ് മാത്രമല്ല, നമുക്കറിയാം ബുള്ളിയനായിട്ടുള്ള കമ്മോഡിറ്റീസൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കസ്റ്റോഡിയനായിട്ട് നമ്മൾ കസ്റ്റോഡിയനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊവൈഡ് സച്ച് കസ്റ്റോഡിയൽ സർവീസ് ആ ഒരു ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾ ആയിരിക്കണം. ഇതാണ് മെയിനായിട്ട് റെഗുലേഷൻസ് 7 പ്രകാരം എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പറയുന്നത്. കൂടാതെ ദ റെഗുലേഷൻ 9 ഡീൽ വിത്ത് ഗ്രാൻഡ് ഓഫ് റെക്കഗ്നിഷൻ. റെഗുലേഷൻ 9 പറയുന്നത് നമ്മളിങ്ങനെ ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ നോക്കി അവർ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും. അത് 9 പറയുന്നത് ടു ഗെറ്റ് രജിസ്ട്രേഷൻ. അങ്ങനെ രജിസ്ട്രേഷൻ കിട്ടുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആർ റിക്വയർഡ് ടു ഫോളോ സർട്ടൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അങ്ങനെ റെഗുലേഷൻ 10 പ്രകാരം ചില പോയിന്റുകൾ കൂടെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബോർഡ് പബ്ലിഷ് ചെയ്ത റെഗുലേഷൻ 10 ക്രൈറ്റീരിയ കൂടെ ഫോളോ ചെയ്യണം. ഇഫ് ദ ബോർഡ് ഈസ് സാറ്റിസ്ഫൈഡ്, അങ്ങനെ ബോർഡ് ആ ഒരു റെഗുലേഷൻസ് 7 റെഗുലേഷൻസ് 9 റെഗുലേഷൻ 10 ഇതിലെ പോയിൻറ്റ്സുകളുമായിട്ട് നോക്കുമ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ബോർഡ് എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. പിന്നെ നമുക്ക് പറയാനുള്ളത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ ട്രസ്റ്റി റെഗുലേഷൻസ് 14 പ്രകാരമുള്ള പോയിന്റുകളാണ്.
ഓക്കെ, ഇതിൽ പറയുന്നത് ദിസ് റെഗുലേഷൻ സ്പെസിഫൈ ദാറ്റ് ദ മ്യൂച്വൽ ഫണ്ട് ഷാൾ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഫോം ഓഫ് എ ട്രസ്റ്റിൻ്റെ രൂപത്തിലായിരിക്കണം മ്യൂച്വൽ ഫണ്ട്. അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് എ ട്രസ്റ്റ് ഷാൾ ബി ഇൻ ദ ഫോം ഓഫ് എ ഡീഡ് ഡ്യൂലി രജിസ്റ്റേർഡ് ആൻഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908. അപ്പോൾ രജിസ്ട്രേഷൻ ഡീഡ് ഉണ്ടായിരിക്കണം, രജിസ്ട്രേഷൻ ഡീഡിൽ പറഞ്ഞ ഫോർമാറ്റിലായിരിക്കണം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ യൂണിറ്റ് ആ ഒരു മ്യൂച്വൽ ഫണ്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ട്രസ്റ്റ് എന്നുള്ള ഫോമിൽ ആയിരിക്കണം. ദെൻ റെഗുലേഷൻ 16 പറയുന്നത് ഓക്കെ, നെക്സ്റ്റ് വൺ റെഗുലേഷൻ 16 റെഗുലേഷൻ 16 പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഫ്രം ബീങ് എ അപ്പോയിൻറ്റഡ് ട്രസ്റ്റി. ഒരു ട്രസ്റ്റി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ആളുടെ ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റെഗുലേഷൻ 16 മെൻഷൻ ആട്രിബ്യൂട്ട് ഓഫ് എ പേഴ്സൺ ടു ബി അപ്പോയിൻറ്റഡ് ആസ് എ ട്രസ്റ്റി. ആൾറെഡി നമ്മളൊരു ട്രസ്റ്റി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം എ മ്യൂച്വൽ ഫണ്ട് ഷാൾ അപ്പോയിൻറ്റ് ട്രസ്റ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ദീസ് റെഗുലേഷൻ പ്രയർ അപ്രൂവൽ ഓഫ് സെബി ഷാൾ ബി നെസസറി ഫോർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് എനി ട്രസ്റ്റി. അപ്പോൾ നമ്മൾ സെബിയുടെ ഒരു അപ്രൂവലോട് കൂടി മാത്രമാണ് അവരെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ വരുന്ന ട്രസ്റ്റീസിൻ്റെ അപ്പോയിൻമെൻറ്റൊക്കെ എങ്ങനെയായിരിക്കും, ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും റെഗുലേഷൻ 16 പ്രകാരം. ഓക്കെ, ദെൻ നമുക്ക് ഇനി നോക്കാനുള്ളത് റെഗുലേഷൻ 18 18. ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് ട്രസ്റ്റിയുടെ റൈറ്റുകളും ഒബ്ലിഗേഷനെയും കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ദെൻ ഫസ്റ്റ് വൺ പറയുന്നത് കോഡ് ഓഫ് കണ്ടക്ട് ഫോർ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കേട്ടോ. കോഡ് ഓഫ് കണ്ടക്ട്. മ്യൂച്വൽ ഫണ്ട് സ്കീം ഷുഡ് നോട്ട് ബി ഓർഗനൈസ്ഡ്, ഓപ്പറേറ്റഡ്, മാനേജ്ഡ് ഓർ ദ പോർട്ട്ഫോളിയോ ഓഫ് സെക്യൂരിറ്റി സെലക്റ്റഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് സ്പോൺസർ ഡയറക്ടേഴ്സ് ഓഫ് AMC, members of board of directors or director of trustee company, associated person is in the interest of a special class of unit holder rather than in the interest of all class of unit holder of the scheme. ഇത് ആ ഒരു ലോയിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടെ ഇനി കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അതേ പോയിന്റുകൾ തന്നെ അയച്ചു തന്നിട്ട് നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ലോ പഠിക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ അതിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസും അതിൽ പറയുന്ന അതേ രീതിയിൽ തന്നെ അത് മനസ്സിലാക്കി എടുക്കുമ്പോൾ എഴുതുകയും വേണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ 1-2 തവണ വായിച്ച് ഉറപ്പിക്കുക പരീക്ഷയുടെ മുന്നേ കേട്ടോ. അപ്പോൾ റെഗുലേഷൻസ് 16 പറഞ്ഞത് സെബിയുടെ പെർമിഷൻ അല്ലാതെ ഒരു ട്രസ്റ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ്. റെഗുലേഷൻ 18 പറയുന്നത് റൂൾസ് ആൻഡ് റൈറ്റ് ആൻഡ് ഓബ്ലിഗേഷൻ, ട്രസ്റ്റിയുടെ അധികാരങ്ങളും അയാളുടെ ഉത്തരവാദിത്തങ്ങളെയൊക്കെ കുറിച്ചിട്ടാണ്. പിന്നെ പറയുന്നത് നമ്മൾ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കോഡ് ഓഫ് കണ്ടക്റ്റാണ്. അവരുടെ ബിസിനസ് ഡീൽ ചെയ്യുമ്പോൾ അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ പറയുന്ന പോയിന്റ് ഫസ്റ്റ് വൺ, ട്രസ്റ്റി ആൻഡ് AMC മസ്റ്റ് എൻഷുർ ദ ഡിസിമിനേഷൻ ഓഫ് ആൾ യൂണിറ്റ് ഹോൾഡർ ഓഫ് adequate, accurate, explicit and timely information. അവരെന്ത് ചെയ്യണം, ടൈംലി ഇൻഫർമേഷൻസ് സിമ്പിൾ ലാംഗ്വേജിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയെക്കുറിച്ച്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച്, ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ച്, അതേപോലെ തന്നെ ജനറൽ അഫെയർ, അവരുടെ ആ ഒരു യൂണിറ്റ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുമായി ബന്ധപ്പെട്ടുള്ള ജനറൽ കാര്യങ്ങളൊക്കെ സിമ്പിൾ ലാംഗ്വേജിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇൻഫർമേഷൻസ് ടൈംലി പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ട്രസ്റ്റി ആൻഡ് AMC ഷുഡ് അവോയ്ഡ് എക്സസീവ് കോൺസെൻട്രേഷൻ ഓഫ് ദ ബിസിനസ് വിത്ത് ബ്രോക്കിംഗ് ഫേം affiliated and also excessive holding of unit in a scheme among a few investors. അപ്പോൾ ഏതെങ്കിലും കുറച്ച് അതല്ലെങ്കിൽ 1-2 ഇൻവെസ്റ്റേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ബ്രോക്കിംഗ് ബിസിനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലോ ട്രസ്റ്റിയോ AMCയോ വർക്ക് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതായത് ഓൾ ഈക്വൽ എന്ന് നമ്മൾ ഇതിന് മുന്നേ വായിച്ചാണ്. ഈക്വലായിട്ട് വേണം നമ്മൾ അവിടെ ഇങ്ങനെ ഓരോ യൂണിറ്റ് ഹോൾഡേഴ്സിനെയും ഡീൽ ചെയ്യുന്ന. നെക്സ്റ്റ് വൺ വരുന്നത് ട്രസ്റ്റി ആൻഡ് AMC must avoid conflict of interest in managing the affairs of the scheme. അപ്പോൾ ആൾറെഡി ആരായിരിക്കണം അതിൻ്റെ മാനേജ് എന്നും ട്രസ്റ്റി ഡീഡിൽ പറയുന്ന പ്രൊവിഷൻസ് അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കണം. പിന്നീട് അതിനിടയിൽ ഒരു മാനേജിങ്ങിനെ കുറിച്ച്, അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടൊരു തർക്കം ഉണ്ടാവാൻ ഇടയാവരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് എൻഷുർ സെഗ്രിഗേഷൻ ഓഫ് ദ ബാങ്ക് അക്കൗണ്ട് ആൻഡ് സെക്യൂരിറ്റി അക്കൗണ്ട്. സെക്യൂരിറ്റി അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരുന്ന ആ ഒരു സെഗ്രിഗേഷനിൽ തന്നെ ആയിരിക്കണം ഫോളോ ചെയ്യുക
ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ വരുന്നത് ട്രസ്റ്റി ആൻഡ് MC ഷോൾ ക്യാരി ഔട്ട് ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് സ്റ്റേറ്റഡ് ഇൻ ദ ഓഫർ ഡോക്യുമെൻറ്റ്. അപ്പോൾ നമ്മൾ ആൾറെഡി പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഇൻട്രസ്റ്റ് മൊബിലൈസ് ചെയ്യുമ്പോൾ ഒരു ഓഫർ ഡോക്യുമെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് എന്തൊക്കെയാണോ മെൻഷൻ ചെയ്തത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ഫണ്ട് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് വൺ വരുന്നത് മെയിൻറ്റെയിൻ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഫെയർനെസ്. ബിസിനസ്സിൻ്റെ ഡീലിങ്ങിൽ ഫെയർനെസ് അതേപോലെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം ട്രാൻസാക്ഷൻസ് ഒക്കെ. നെക്സ്റ്റ് വൺ പറയുന്നത് നോട്ട് യൂസ് എനി അൺഎത്തിക്കൽ മീൻസ് ടു സെൽ മാർക്കറ്റ് ഓർ ഇൻഡ്യൂസ് എനി ഇൻവെസ്റ്റർ ടു ബൈ. അവിടെ അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊന്നും മാർക്കറ്റൈസ് ചെയ്യാനോ അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മൊബിലൈസ് ചെയ്യാനോ ശ്രമിക്കരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് റെൻഡർ അറ്റ് ഓൾ ടൈം ഹൈ സ്റ്റാൻഡേർഡ് സർവീസ്, എക്സസൈസ് ഡ്യൂ ഡെലിഗൻസി, എൻഷുർ ദ പ്രോപ്പർ കെയർ ആൻഡ് എക്സസൈസ് ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്. ഒരു പ്രൊഫഷണൽ ഔട്ട്ലുക്കോട് കൂടിയിട്ട് ഈക്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ് വൺ വരുന്നത് എക്സാഗ്രേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ഓറൽ ഓർ റിട്ടേൺ എയ്തർ അബൌട്ട് ദെയർ ക്വാളിഫിക്കേഷൻ കേപ്പബിലിറ്റി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു എക്സാജറേറ്റ് ചെയ്തോട്ടും, അതായത് ഉള്ളതിൽ കൂടുതൽ പെരുപ്പിച്ച് കാണിക്കുക എന്ന് പറയില്ല, ആ രീതിയിലൊന്നും ഫാൾസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വൺ പറയുന്നത് ദ സ്പോൺസർ ഓഫ് ദി മ്യൂച്വൽ ഫണ്ട് ആൻഡ് ദ ട്രസ്റ്റി ഓർ ദ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. അതായത് ഇതിലെ 3 എൻറ്റിറ്റീസാണ്. ഇവർ 3 എങ്ങനെയായിരിക്കണം? ഓഫ് ദയർ എംപ്ലോയീസ് ഷാൾ നോട്ട് റെൻഡർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എനി ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അബൌട്ട് ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ പബ്ലിസിറ്റി accessibly media whether real or non-real time unless a disclosure of his interest including long or short petition in the said security has been made. അതായത് നമ്മൾ ഇതിന് മുന്നേ തന്നെ ഷോർട്ട് സെല്ലിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു ട്രാൻസാക്ഷൻസിനൊന്നും ഇടയാവരുത്. പബ്ലിക്കിലേക്ക് ജനറലായിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിന് മുന്നേ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അവിടെയുള്ള എംപ്ലോയീസുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രാൻസാക്ഷൻസൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എംപ്ലോയി ഓഫ് ദ സ്പോൺസർ, ട്രസ്റ്റി അതല്ലെങ്കിൽ അസറ്റ് മാനേജർ ഇവരുടെയൊക്കെ എംപ്ലോയീസ് റെൻഡറിങ് സച്ച് അഡ്വൈസ് ഹീ ഷാൾ ആൾസോ ഡിസ്ക്ലോസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഹിസ് ഡിപ്പെൻഡൻറ്റ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ദ എംപ്ലോയർ including their long-term short-term position in said security while rendering such advice. അപ്പോൾ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ നമുക്കത് പാസ് ചെയ്യാം. അതല്ലാതെ അവരുമായിട്ടൊരു പിന്നെ ട്രാൻസാക്ഷൻ ഡീൽ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ പ്രൈസ് ഡിസ്ക്ലോസ് ചെയ്യുക, അതല്ലെങ്കിൽ അതിലെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഫീച്ചേഴ്സ് അവരിലേക്ക് ഡിസ്ക്ലോസ് ചെയ്യുക, ആ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും ഉണ്ടാവരുത്. ഇത്രയാണ് മെയിനായിട്ട് റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ട്രസ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് general due diligence and specific due diligence should be taken by trustee while dealing mutual fund business. മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ജനറൽ ആയിട്ടും അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റെഗുലേഷൻ 23 സെബിയുടെ പ്രൊവിഷനിലാണ് അത് പറയുന്നത്. ഇത് പ്രകാരം AMC ഷോൾ നോട്ട് അണ്ടർടേക്ക് എനി ബിസിനസ് ആക്ടിവിറ്റി അതർ ദാൻ മാനേജ്മെൻറ്റ് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ട്രസ്റ്റ് ഡീഡുമായിട്ട് ട്രസ്റ്റി ആയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് AMC മറ്റുള്ള ബിസിനസ് ആക്ടിവിറ്റീസിൽ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ആൻഡ് സച്ച് അതർ ആക്ടിവിറ്റീസ് ആസ് എ ഫിനാൻഷ്യൽ സർവീസ് കൺസൾട്ടൻസി, അതേപോലെ എക്സ്ചേഞ്ച് ഓഫ് റിസർച്ച് ആൻഡ് അനാലിസിസ് ഓൺ കൊമേഴ്ഷ്യൽ അനാലിസിസ്, ദീസ് ആർ നോട്ട് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ദ ഫണ്ട് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി ഇറ്റ് സെൽഫ് വിത്തൗട്ട് പ്രയർ അപ്രൂവൽ ഓഫ് ദ ട്രസ്റ്റി ആൻഡ് സെബി. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫ്യൂച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡീലിങ്സ് അയാൾ ചെയ്യാൻ പാടില്ല. അതല്ലാതെ റിസർച്ചോ മറ്റുള്ള കൺസൾട്ടൻസി മീൻസ് അഡ്വൈസ് സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള സർവീസസ് ഒക്കെ ചെയ്യാവുന്നതാണ്. ദെൻ റെഗുലേഷൻ 25 പറയുന്നത് സെബി റെഗുലേഷൻ പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഷുഡ് ഹാവ് എ കസ്റ്റോഡിയൻ ഹു ഈസ് നോട്ട് ഇൻ എനി വേ അസോസിയേറ്റഡ് വിത്ത് AMC. കസ്റ്റോഡിയൻ ഒരിക്കലും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് വൺ റെഗുലേഷൻസ് അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൽ സെബിയുടെ റൂൾസ് പ്രകാരം അഡ്വർടൈസ്മെൻറ്റ് കോഡ് സ്പെസിഫൈ ഇൻ ദ 6th
സിക്സ്ത് ഷെഡ്യൂൾ, 6ാമത്തെ ഷെഡ്യൂളിലാണ് അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് സെബിയുടെ പ്രൊവിഷനിലുള്ളത്. സബ്മിറ്റഡ് ടു സെബി വിത്തിൻ 7 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദെയർ ഇഷ്യൂ. 7 ദിവസത്തിനുള്ളിലാണ് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഡീലിങ്സ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് റെഗുലേഷൻ 32 ആണ്. ഈ റെഗുലേഷൻ 32-ൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് വെരി ക്ലോസ് എൻഡഡ് സ്കീം അതർ ദാൻ ആൻ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം ഷാൾ ബി ലിസ്റ്റഡ് ഇൻ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിത്തിൻ സച്ച് ടൈം പീരീഡ് ആൻഡ് സബ്ജക്റ്റ് ടു കണ്ടീഷൻസ് ആസ് സ്പെസിഫൈഡ് ബൈ സെബി. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റിംഗ് ചെയ്തതിന് ശേഷം അതോടൊപ്പം തന്നെ സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കണ്ടീഷൻസ് ഒക്കെ സ്പെസിഫൈ ചെയ്തുകൊണ്ടായിരിക്കണം ആ ഒരു ടൈം പീരീഡ് അതൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള സ്കീമുകൾ ട്രേഡ് ചെയ്യാൻ. ഇറ്റ് ആൾസോ ഇൻഡിക്കേറ്റ് ദ കേസ് ഇൻ വിച്ച് സച്ച് ലിസ്റ്റിംഗ് മെ നോട്ട് ബി മാൻഡേറ്ററി. ദ നെക്സ്റ്റ് വൺ വരുന്നത് 33 റെഗുലേഷൻ ആണ്. ഇറ്റ് പ്രിസ്ക്രൈബ്ഡ് ദാറ്റ് യൂണിറ്റ് ഓഫ് എ ക്ലോസ് എൻഡഡ് സ്കീം, ക്ലോസ് എൻഡഡ് സ്കീമിനെ കുറിച്ചാണ് റെഗുലേഷൻ 33-ൽ പറയുന്നത്. ഇവിടെ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം അല്ലാത്ത ഷാൾ നോട്ട് ബി റീപർച്ചേസ്ഡ് ബിഫോർ ദ എൻഡ് ഓഫ് ദ മെച്യൂരിറ്റി പീരീഡ്. മെച്യൂരിറ്റി പീരീഡിന് മുന്നേ നമുക്കത് എന്ത് ചെയ്യാം, റീപർച്ചേസ് ചെയ്യാം. ദ യൂണിറ്റ് ഓഫ് ക്ലോസ് എൻഡഡ് സ്കീം റെഫേർഡ് ടു ഇൻ ദ പ്രൊവിഷൻ ടു റെഗുലേഷൻ 32 മേ ബി ഓപ്പൺ ഫോർ സെയിൽ ഓർ റിഡംഷൻ ഓഫ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇഫ് ദ മാക്സിമം ആൻഡ് മിനിമം എമൗണ്ട് ഓഫ് സെയിൽ ഓർ റിഡംഷൻ ഓഫ് ദ യൂണിറ്റ് ഹാസ് ബീൻ ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ഓഫർ ഡോക്യുമെൻറ്റ്. അപ്പോൾ നമുക്ക് ആ ടൈം ബൗണ്ടിന് മുന്നേ തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ നമുക്ക് റെഡീം ചെയ്യാം, സെയിൽ നടത്താം, അതല്ലെങ്കിൽ റീപർച്ചേസ് ചെയ്യാം. ഇറ്റ് ആൾസോ പെർമിറ്റ് കൺവേർഷൻ. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ്സിലേക്ക് അതേപോലെ ഓപ്പൺ എൻഡഡ് സ്കീമിൽ നിന്നും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർഷൻ ചെയ്യാനും പറ്റും. അതർവൈസ് എ ക്ലോസ് എൻഡഡ് സ്കീം ഷാൾ ബി ഫുള്ളി റിഡീംഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ മെച്യൂരിറ്റി. ഇറ്റ് ആൾസോ പെർമിറ്റ് കൺവേർഷൻ ഓഫ് ദി ക്ലോസ് എൻഡഡ് സ്കീം ഇൻ ടു ഓപ്പൺ എൻഡഡ് സ്കീം. ക്ലോസ് എൻഡഡിനെ നമുക്ക് ഓപ്പൺ എൻഡഡ് സ്കീമിലേക്ക് സ്പെസിഫൈഡ് കണ്ടീഷനോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്താം. അല്ലെങ്കിൽ ക്ലോസ് എൻഡഡ് സ്കീം നമ്മൾ ഫുള്ളി റെഡീം അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി ടൈം കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീപർച്ചേസോ അല്ലെങ്കിൽ റീസെയിലോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ എൻഡഡിലേക്ക് എന്ത് ചെയ്യണം, ചേഞ്ച് കൺവേർഷൻ ചെയ്തിട്ട് ഉണ്ടാവണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് റെഗുലേഷൻ 34 ആണ്. No scheme of mutual fund other than initial offering of equity linked savings scheme shall be open for subscription more than 15 days. In case of a mutual fund scheme eligible under Rajiv Gandhi Equity Scheme, the period specified in the regulation shall not be more than 30 days. അപ്പോൾ ഇവിടെ ഓരോ സബ്സ്ക്രിപ്ഷൻ്റെ ടൈം പീരീഡാണ് പറയുന്നത്. നമ്മൾ 15 ദിവസത്തിൻ്റെ ആണ് സാധാരണ ഓഫറിംഗ് ആയിട്ട് വരാറ്. പക്ഷേ അവിടെ രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിങ്സ് സ്കീമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ടൈം 30 days ആണ്. പക്ഷേ 30 days കൂടാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റെഗുലേഷൻ 35, 35ഉം 36ഉം ആണ്. ഇതിൽ ഡീൽ ചെയ്യുന്നത് അലോട്ട്മെൻറ്റ് ഓഫ് യൂണിറ്റ്, റീഫണ്ട്, അതായത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ റിജക്റ്റ് ചെയ്യുമോ അതല്ലെങ്കിൽ അതിലുമായി ബന്ധപ്പെട്ട് വരുന്ന റീഫണ്ട് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ ഇതൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത് റെഗുലേഷൻ 35 ആൻഡ് 36 ആണ്. അപ്പോൾ നിങ്ങൾ ഓരോ റെഗുലേഷനിലും എന്തിനെക്കുറിച്ചാണ് എന്ന് നന്നായിട്ട് തന്നെ പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. ദ നെക്സ്റ്റ് വൺ വരുന്നത് റെഗുലേഷൻ 37 ആണ്. റെഗുലേഷൻ 37-ൽ പറയുന്ന കാര്യം യൂണിറ്റിൻ്റെ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ് എക്സെപ്റ്റ് വേർ ഇറ്റ് ഈസ് സ്പെസിഫിക്കലി റെസ്ട്രിക്റ്റഡ് ഓർ പ്രൊഹിബിറ്റഡ് അണ്ടർ ദ സ്കീം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്കീമിൽ ട്രാൻസ്ഫറബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ സ്പെസിഫൈ റെസ്ട്രിക്റ്റഡ് കണ്ടീഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതല്ലാത്ത യൂണിറ്റിൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ചാണ് റെഗുലേഷൻ 37-ൽ പറയുന്നത്. എ യൂണിറ്റ് ഹോൾഡർ ഇൻ ക്ലോസ് എൻഡഡ് സ്കീം ലിസ്റ്റഡ് ഓൺ എ recognized stock exchange who decided to trade in unit shall hold unit in dematerialized form. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിലാണ് പുതിയ ഇഷ്യൂസൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരു ക്ലോസ് എൻഡഡ് സ്കീമാണ് എന്നുണ്ടെങ്കിൽ അവരത് എന്ത് ചെയ്യണം, ഡിമാറ്റ് ഫോമിലാണെങ്കിൽ മാത്രമാണ് അവർക്കത് ചേഞ്ചസ് ചെയ്യാൻ കഴിയുള്ളൂ. ദെൻ നെക്സ്റ്റ് അതിൽ പറയുന്ന പോയിൻ്റ്
പ്രൊഡക്ഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ വിത്ത് റെലവൻറ്റ് യൂണിറ്റ് സർട്ടിഫിക്കറ്റ്, അതേപോലെ രജിസ്ട്രാർ ദ ട്രാൻസ്ഫർ ഏജൻറ്റ് ആൻഡ് റിട്ടേൺ ദ യൂണിറ്റ് സർട്ടിഫിക്കറ്റ് ദ ട്രാൻസ്ഫറി വിത്തിൻ 30 days. അങ്ങനെ ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് റെഗുലേഷൻ 38 38 സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് നോ ഗ്യാരണ്ടീഡ് റിട്ടേൺ ഷാൾ ബി പ്രൊവൈഡഡ് ഇൻ എ സ്കീം അൺലെസ് സച്ച് എ സ്കീം ഫുള്ളി ഗ്യാരണ്ടീഡ് ബൈ ദ സ്പോൺസർ ഓർ AMC. ഒന്നുകിൽ നമ്മൾ അവരുടെ ഇങ്ങനെ സ്കീമിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നോ ഗ്യാരണ്ടീഡ് സ്കീം, നോ ഗ്യാരണ്ടീഡ് റിട്ടേൺ ഷാൾ ബി പ്രൊവൈഡഡ് ഇൻ എ സ്കീം. അതല്ലാത്ത ഫുള്ളി ഗ്യാരണ്ടീഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സ്പോൺസർ സച്ച് സ്കീം ഫുള്ളി ഗ്യാരണ്ടീഡ് ബൈ ദ സ്പോൺസർ ഓർ AMC ആയിരിക്കണം. അപ്പോൾ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് റൂൾസ് റെഗുലേഷൻ 38 പറയുന്നത്. ഇനി 38 തന്നെ സബ് പോയിൻ്റ് ഉണ്ട്. 38A പറയുന്നത് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഓറിയൻറ്റഡ് സ്കീം ലോഞ്ച് ചെയ്തതിനെ കുറിച്ചിട്ടാണ് 38A മെൻഷൻ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ 39 മുതൽ 42 വരെയുള്ള റെഗുലേഷനിൽ പറയുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് ദി ക്ലോസ് എൻഡഡ് സ്കീം. ക്ലോസ് എൻഡഡ് സ്കീമിൻ്റെ വൈൻഡിങ് അപ്പിനെ കുറിച്ചിട്ടാണ്. അതായത് അതിൻ്റെ ഡ്യൂറേഷൻ, അതേപോലെ വൈൻഡിങ് അപ്പിൻ്റെ എഫക്റ്റ്, എക്സ്പയറി, പ്രൊസീജിയർ, അതുമായി ബന്ധപ്പെട്ടുള്ള മാനേഴ്സ്, ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് റെഗുലേഷൻ 39 മുതൽ 42 വരെയുള്ള ക്ലോസുകളിലാണ്. ഓൺ സെബി ബീങ് സാറ്റിസ്ഫൈഡ് അബൌട്ട് ദ കംപ്ലീഷൻ ഓഫ് ഓൾ നെസസറി മെഷേഴ്സ് എ സ്കീം ഷോൾ സീസ് ടു എക്സിറ്റ്. അപ്പോൾ സെബിയുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് അതിവിടെ നമുക്ക് കംപ്ലീറ്റ് ആയി ആ പ്രൊസീജിയർ എന്ന് പറയാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് വൺ പറയുന്നത് ഡീലിസ്റ്റിംഗ് ഓഫ് യൂണിറ്റ് ആണ്. ദ യൂണിറ്റ് ഓഫ് എ മ്യൂച്വൽ ഫണ്ട് സ്കീം ഷാൾ ബി ഡീലിസ്റ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദി റെഗുലേഷൻ എസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ സെബി. അപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ നമ്മൾ സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നും ഡീലിസ്റ്റ് ചെയ്യപ്പെടാനും സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ഫോളോ ചെയ്തുകൊണ്ടാണ് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മാറ്റർ ഫോളോ ചെയ്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് റെഗുലേഷൻ 43 ആണ്. 43 പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് വാല്യുവേഷൻ പോളിസിയെക്കുറിച്ചാണ്. The regulation revealed that the money collected under any scheme of mutual fund shall be invested only in security, money market instrument, privately placed debenture, securitized debt instrument which are either asset backed or mortgage backed, gold or gold related instrument, real estate asset, infrastructural debt instrument asset. Investment shall be made in accordance with the investment objective of the relevant mutual fund. അപ്പോൾ ഇത്തരത്തിലുള്ള അസറ്റുകളുടെ മുകളിൽ മാത്രമാണ് ഏത് സ്കീം വഴി ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് മൊബിലൈസ് ചെയ്തതും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. Mutual fund aggregate security which are worth 10 crore or more as the latest balance sheet date shall settle their transaction only through dematerialized scheme. അപ്പോൾ ഇപ്പോൾ 10 crore എന്നുള്ള ഒരു ഇതാണ് ലിമിറ്റാണ് വെച്ചിരിക്കുന്നത്. അതിന് മുകളിലുള്ള ട്രാൻസാക്ഷനൊക്കെ ഡീമെറ്റീരിയലൈസ്ഡ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓവർസീ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓവർസീ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ പോയിൻ്റ് പറയുന്നത് ADR, GDR, അമേരിക്കൻ ഡെപ്പോസിറ്ററി റിസീപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഇഷ്യൂഡ് ബൈ ഇന്ത്യൻ ഓർ ഫോറിൻ കമ്പനിയിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു പെർമിഷൻ. പിന്നെ സെക്കൻഡ് വൺ പറയുന്നത് ഇക്വിറ്റി ഓഫ് ഓവർസീ കമ്പനി ലിസ്റ്റഡ് ഓൺ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇക്വിറ്റിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. ദ നെക്സ്റ്റ് വൺ പറയുന്നത് ഇനീഷ്യൽ ആൻഡ് ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് ഫോർ ലിസ്റ്റിംഗ് അറ്റ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓവർസീ. നെക്സ്റ്റ് വൺ ഫോറിൻ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ഇൻ ദ കൺട്രി വിത്ത് ഫുള്ളി കൺവേർട്ടബിൾ കറൻസി. ദെൻ അത് ഷോർട്ട് ടേം ആവാം, ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളാവാം. ദ നെക്സ്റ്റ് വൺ വരുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് റിലേറ്റഡ് നോട്ട് ബിലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് റിപ്പോ ഇൻ ദ ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതേപോലെ കൗണ്ടർ പാർട്ടീസ് റിലേറ്റഡ് നോട്ട് ബിലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. അതിൽ കൺട്രീസ് ആർ റേറ്റഡ് നോട്ട് ബിലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ്. അപ്പം നമ്മൾ ആ ഫണ്ടുകൾ ഓവർസീ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ കൂടെ അത് ഏതിലേക്ക് ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ.
പിന്നെ വരുന്നത് ഡെറിവേറ്റീവ് ട്രേഡാണ്. അത് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓവർസീസ് ഓൺലി മാത്രമാണ് അത് ചെയ്യാൻ കഴിയുള്ളൂ ഫോർ ഹെഡ്ജിങ് റിസ്ക് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ അണ്ടർലൈങ് സെക്യൂരിറ്റീസിൻ്റെ പോർട്ട്ഫോളിയോ നമുക്ക് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഡെറിവേറ്റീവ്സ് നമുക്ക് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി മാത്രമാണ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ വരുന്നത് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് ആണ്. അത് വിത്ത് ബാങ്ക് ഓവർസീ വേർ ദ ഇഷ്യൂവർ ഈസ് റേറ്റഡ് നോട്ട് ബിലോ ഇൻവെസ്റ്റഡ് ഗ്രേഡ്. ദ നെക്സ്റ്റ് വൺ പറയുന്നത് യൂണിറ്റ് ഇഷ്യൂഡ് ബൈ ഓവർസീ മ്യൂച്വൽ ഫണ്ട് ഓർ യൂണിറ്റ് ട്രസ്റ്റ് രജിസ്റ്റേർഡ് വിത്ത് ഓവർസീ റെഗുലേറ്റർ ആൻഡ് ഇൻവെസ്റ്റിംഗ് അഫോർഡ്സൈഡ് സെക്യൂരിറ്റി. ഇപ്പോൾ നമ്മൾ ഈ ഓവർസീ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന പോയിൻറ്റ്സുകൾ പറഞ്ഞു. ഇനി നമ്മൾ ഏത് കൺട്രിയിലെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അത് കൂടെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം ആ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെച്ചാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റെഗുലേഷൻസ് 43 പ്രകാരമാണ്. റെഗുലേഷൻ 43 പറയുന്നത് പ്രൊഹിബിഷൻ ഓൺ ക്യാരി ഫോർവേഡ് ട്രാൻസാക്ഷൻ, ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻ ആൻഡ് ഷോർട്ട് സെല്ലിംഗ്. ഈ 3 പോയിൻറ്റിനെ കുറിച്ചാണ് റെഗുലേഷൻ 43 പറയുന്നത്. ആദ്യം നമുക്ക് 46 നോക്കാം. നെക്സ്റ്റ് വൺ പറയുന്നത് പെർമിറ്റ് മ്യൂച്വൽ ഫണ്ട് ടു എൻ്റർ ഇൻ ടു അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റ് ആഫ്റ്റർ ഒബ്റ്റൈനിങ് എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ സെബിയുടെ കയ്യിൽ നിന്നും സർട്ടിഫിക്കേഷൻസ് കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മ്യൂച്വൽ ഫണ്ടിൻ്റെ അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ കഴിയുള്ളൂ. 47 പ്രകാരം അത് ആ ഒരു റെഗുലേഷൻ 47 പറയുന്നത് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അതിൻ്റെ കമ്പ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. റെഗുലേഷൻ 48 പറയുന്നത് എവറി മ്യൂച്വൽ ഫണ്ട് ഷാൾ കമ്പ്യൂട്ട് ദ നെറ്റ് അസെറ്റ് വാല്യൂ ഓഫ് ഈച്ച് സ്കീം ബൈ ഡിവൈഡിങ് നെറ്റ് അസെറ്റ് ഓഫ് ദ സ്കീം വിത്ത് എ നമ്പർ ഓഫ് യൂണിറ്റ് ദാറ്റ് സ്കീം ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ദ വാല്യുവേഷൻ ഡേറ്റ്. ആ ഒരു നെറ്റ് അസെറ്റ് വാല്യൂമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ചാണ് 48 സ്പെസിഫൈ ചെയ്യുന്നത്. റെഗുലേഷൻ 49 പറയുന്നത് യൂണിറ്റിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ചാണ്. The price at which unit may be subscribed or sold and the price at which such unit may at any time be purchased by the mutual fund shall be made available to the investors. അതായത് ഇൻവെസ്റ്റേഴ്സിന് വാങ്ങിക്കാൻ റെഡിയായ രീതിയിൽ നമ്മൾ അതിൻ്റെ പ്രൈസിങ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ വരുന്നത് റെഗുലേഷൻ 50 ആണ്. 50 പറയുന്നത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളിൽ കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ടും റെക്കോർഡുകളും ഡോക്യുമെൻറ്റുകളൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ്. അറ്റ്ലീസ്റ്റ് അവരത് ഒരു 8 വർഷമെങ്കിലും ഓരോ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഇനി റെഗുലേഷൻ 51 പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ ഫോർ ആൾ ദി സ്കീം ഷാൾ എൻഡ് ആസ് എ 31st. അതായത് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനൽ ഇയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഫിനാൻഷ്യൽ ഇയറിൻ്റേതായിട്ടുള്ള 31st മാർച്ച് തന്നെയാണ് അവിടെയും എടുക്കുന്നത് കേട്ടോ. ദെൻ പിന്നെ നമ്മൾ 52 റെഗുലേഷനാണ്. 52 പറയുന്നത് എക്സ്പെൻസസ് ആണ്. ക്ലിയർലി ഐഡൻറ്റിഫൈ ആൻഡ് അപ്പോയിൻറ്റഡ് ടു ദ ഇൻഡിവിജ്വൽ സ്കീം. ഓരോ ഇൻഡിവിജ്വൽ സ്കീമിൻ്റെ ട്രാൻസാക്ഷനും മറ്റുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റുകൾ, ചിലവുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചാർജുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്, അഡ്വൈസറി ഫീസ് എത്രയാണ്, ഇതെല്ലാം ഫുള്ളി ക്ലിയർ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ പിന്നെ വരുന്നത് 52A പ്രകാരമാണ്. 52A പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് ദാറ്റ് മ്യൂച്വൽ ഫണ്ട് മേ ഡിക്ലെയർ ഡിവിഡൻഡ് അക്കോർഡൻസ് വിത്ത് ദ ഓഫർ ഡോക്യുമെൻറ്റ്. ഓഫർ ഡോക്യുമെൻറ്റിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഡിവിഡൻഡ് എങ്ങനെയാണ്, എപ്പോഴാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. റെഗുലേഷൻ 53 പറയുന്നത് എവറി മ്യൂച്വൽ ഫണ്ട് അതല്ലെങ്കിൽ AMC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഡെസ്പാച്ച് ടു ദ യൂണിറ്റ് ഹോൾഡർ ദ ഡിവിഡൻഡ് വാറൻറ്റ് വിത്തിൻ 30 days ഓഫ് ദ ഡിക്ലറേഷൻ. അപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 30 daysനുള്ളിൽ അത് കംപ്ലീറ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ ഡെസ്പാച്ചൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കണം. ഇനി അതിൻ്റെ റിഡംഷൻ അല്ലെങ്കിൽ റീപർച്ചേസ് പ്രൊസീജിയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 10 വർക്കിംഗ് ദിവസത്തിനുള്ളിലാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദ ലാസ്റ്റ് റെഗുലേഷൻ പറയുന്നത് 63 ആണ്. 63 പറയുന്നത് ഒബ്ലിഗേഷൻ ഓഫ് ദ മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റി ഓർ AMC വെൻ ദേ ആർ ടേക്കൺ അപ്പ് ഫോർ ഇൻസ്പെക്ഷൻ ബൈ സെബി ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ പിന്നെ ട്രസ്റ്റീസ്, സ്പോൺസർ, അതേപോലെ AMC അവരുടെ ഒബ്ലിഗേഷൻസ് ആണ്. അതായത് സെബി ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റുകൾ, ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഇതെല്ലാം സെബിയിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ ബിഫോർ അവരുടെ മുന്നിൽ എത്തിക്കാനുള്ള ഒരു ഒബ്ലിഗേഷൻസ് ആർക്കുണ്ട്? ഈ ഒരു AMCക്ക്, ട്രസ്റ്റിക്കൊക്കെ
പറയുന്നുണ്ട്. ഇതാണ് റെഗുലേഷൻ 63 പറയുന്നത്. അപ്പോൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നന്നായിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. ഇതിൽ നമ്മൾ ഓരോ ഹെഡിങ്ങും ഓരോ റെഗുലേഷനിലും കുറിച്ചാണ് പറയുന്നത് എന്നൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. പരീക്ഷയ്ക്ക് മുന്നേ തന്നെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ മൈൻഡിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ ലിങ്ക് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ 47 എടുത്തു കഴിഞ്ഞാൽ മെത്തേഡ് ഓഫ് വാല്യുവേഷനാണ്, അതേപോലെ 52 എടുത്തു കഴിഞ്ഞാൽ എക്സ്പെൻസസിനെ കുറിച്ചാണ്, അങ്ങനെ ഓരോ പെട്ടെന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഏതിനെ കുറിച്ചാണ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ടാക്കിയിട്ട് വെക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ലെസൺസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, നിർത്തുകയാണ്. അപ്പോൾ വായിക്കുക, അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. താങ്ക് യു.